ഹായ് ഓൾ വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നല്ല നാടൻ രീതിയിൽ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 7 ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇതൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ആദ്യമേ ചേർക്കേണ്ടതാണ്, വിട്ടുപോയതാണ്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ തന്നെ നല്ലതായിട്ട് വറുത്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണേ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല, ഞാൻ പിന്നീട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പം താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഗോൾഡ് കളറാവണ വരെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് ഗോൾഡ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. പൊടികളൊന്നും കരിഞ്ഞു പോവാത്ത രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ല കളറും കിട്ടും. ഇപ്പോൾ അത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൂടം വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2 പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട, ഇച്ചിരി തരിതരിപ്പായാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് കറിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള, അതായത് അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതാ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണമൊക്കെ അത്യാവശ്യം നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാൻ 2 സവാളാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡ് കളറാവണ വരെ തന്നെ ഉള്ളി വഴറ്റിയെടുക്കണേ, എന്നാൽ മാത്രമാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പം സവാള മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി വെച്ചിട്ടും ചെയ്യാം. ഇനി ചെറിയ ഉള്ളി പകുതിയും അതുപോലെ തന്നെ സവാള പകുതിയും എടുത്തിട്ടും ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തെ നല്ല പോലെ ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഉള്ളി ഇതുപോലെ ആവണം കേട്ടോ, എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം ലെവലിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള തക്കാളി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒത്തിരി പുളി വേണ്ട കേട്ടോ. ഒത്തിരി പുളി മുന്നോട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറീൻ്റെ മൊത്തം ടേസ്റ്റും പോവും. അതുപോലെ തന്നെ തേങ്ങ വറുക്കുമ്പോൾ പൊടികൾ കരിഞ്ഞു പോവാതെയും സൂക്ഷിക്കണം, എന്നാൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 750 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. ഞാൻ ബോണോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബോണോട് കൂടി ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ വറുത്തതുണ്ടല്ലോ, അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഇരിക്കും തോറും തിക്കായിട്ട് വരും. അപ്പം എത്ര ചാറ് വേണം എന്നുള്ള രീതി അനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ തന്നെ ഞാൻ ജാറെല്ലാം കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം. ഇപ്പോൾ ദാ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അത് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇവിടുത്തെ ചിക്കനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവും കേട്ടോ. നാട്ടിലെ ചിക്കനെ പോലെയല്ല, പെട്ടെന്ന് വേവും. അപ്പോൾ നിങ്ങളുടെ ചിക്കന് വേവ് അനുസരിച്ച് നിങ്ങളതിനൊക്കെ മാറ്റം വരുത്തണേ.
എല്ലാം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം. ഇപ്പോൾ ദാ ചിക്കനൊക്കെ ഏകദേശം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് ഇരിക്കുന്നതിനനുസരിച്ച് കുറുകി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഒത്തിരി കുറുകിയാലും ഒത്തിരി ലൂസായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി നോക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2 നുള്ള്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റുമേ. ഇനി നമുക്ക് ഇതൊന്ന് കാച്ചിയെടുക്കാം. ഇതിലേക്ക് ഉള്ളി കാച്ചിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയുള്ളി ഉണ്ടാവും കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മൂത്തിട്ട് വരുമ്പം നമുക്ക് നമ്മളെ ചിക്കൻ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഇത്. ഇത് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, എൻ്റെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം എത്ര കറി വേണോ എന്നനുസരിച്ച് ലൂസാക്കി കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിതിവിടെ ഇത്ര മതി. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്